ഒരു അല്പം കൗതുകമുള്ളൊരു വാർത്തയിലേക്കാണ്. ഗുരുവായൂരിൽ യുവതിയെ തേടി പെൺവേഷം ധരിച്ചെത്തിയ യുവാവും സംഘവും പോലീസിന്റെ പിടിയിലായി. തൊടുപുഴ സ്വദേശിയായ പ്രസാദും 4 സുഹൃത്തുക്കളുമാണ് പോലീസിന്റെ പിടിയിലായത്. മുൻപ് സൗഹൃദത്തിലായിരുന്ന യുവതിയെ തേടിയാണ് യുവാവ് എത്തിയത്. ലക്ഷ്യ വിവരങ്ങൾ വേണ്ടേ? ലക്ഷ്യ, ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലെയാണല്ലോ. ദിവിഷ്, തീർച്ചയായും. അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു പെൺവേഷം കെട്ടി ഒരു യുവാവ് നിൽക്കുന്നത് കണ്ടു. അതേ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പോലീസ് എത്തി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ പേര് പറഞ്ഞതും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിലും ഒരു സംശയം തോന്നി പോലീസിന്. അങ്ങനെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, മറ്റ് 4 സുഹൃത്തുക്കളും ഇയാളോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നീട് ഈ 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് തൊടുപുഴയിൽ ഒരു സ്പായിൽ ജോലി ചെയ്തിരുന്ന യുവതി ഉണ്ടായിരുന്നു. ആ യുവതിയും ഈ പ്രസാദും സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷം ഈ യുവതി തൃശ്ശൂരിലേക്ക് പോന്നു. ഗുരുവായൂരിലാണ് പിന്നീട് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഈ യുവതിയെ തേടി ഗുരുവായൂരിൽ എത്തിയതാണ്. പക്ഷേ യുവതിയെ കണ്ടെത്താനായി ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീവേഷം ധരിച്ച് എത്തി എന്നുള്ളതാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. എന്തിനാണ് ഇത്തരത്തിൽ സ്ത്രീവേഷം ധരിച്ചെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീയുമായി അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീ ഏതെങ്കിലും തരത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വേഷം കെട്ടിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സ്ത്രീയെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് പോലീസിന് സംശയം തോന്നി. അങ്ങനെയാണ് 5 പേരെയും കസ്റ്റഡിയിലെടുത്തത്. സംഘടിതമായ കുറ്റകൃത്യം ചെയ്യുന്ന സംഘമാണ് ഇവർ എന്നുള്ളൊരു വിലയിരുത്തലിലാണ് പോലീസ്. പ്രസാദ്, ബിനീഷ്, ഷഹീദ്, സ്റ്റെഫിൻ എന്നിങ്ങനെ 4 പേരാണ് ഈ കൂട്ടത്തിൽ മറ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവരിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ വിതരണം ചെയ്യുകയാണ് ഈ മേഖലയിലെത്തി ഇവർ ചെയ്തത് എന്നുള്ളത് മറ്റൊരു കണ്ടെത്തൽ കൂടി പോലീസിന്റേതായുണ്ട്.